എന്തൊക്കെയാ വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളൊരു കുട്ടി യാത്രക്ക് പോവാണേ. കുട്ടി യാത്രയല്ല, ഒരു മാസത്തെ വെക്കേഷന് പോവാണ്. നാട്ടിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പേ ആദ്യം പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ഈ പ്രാവശ്യം ട്രിവാൻഡ്രം ടു കണ്ണൂർ വരെയാണ് നമ്മുടെ യാത്ര. അപ്പൊ ഫസ്റ്റ് നമ്മൾ പോകുന്നത് കൊട്ടാരക്കര. നമ്മുടെ ഫ്രണ്ട് കാർവാറിന്നുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട് ഗായത്രിയുടെയും അരവിന്ദേട്ടന്റെയും സിസ്റ്ററിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആർഷയുടെയും ഗോകുൽ ചേട്ടന്റെയും സിസ്റ്ററിന്റെ മാരേജിന് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇത് എന്ത് വന്നാലും പോകണം എന്നൊരു തീരുമാനത്തിൽ പ്രജി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലീവ് കിട്ടുകയാണെങ്കിൽ ഇതെങ്ങനെ ചാട്ടി എങ്ങനെ പോകണം, എവിടുന്ന് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് ഫുൾ പ്ലാനിങ് പ്രജിയുടെയാണ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഇറങ്ങി, അതായത് ഒരു വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഇറങ്ങി ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ശംഭുവിന് ഭയങ്കരമായിട്ട് വിശക്കുന്നു പറയുന്നു. നമ്മൾ മോഷൻ സിക്നസ് പാച്ച് ഒക്കെ ഒട്ടിച്ചിട്ടാണ് കേട്ടോ, അമ്മ പറയുന്നത് കേട്ടോ, അതൊക്കെ മേടിച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ ശംഭുട്ടൻ പതിവ് പോലെ തന്നെ വൊമിറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വൊമിറ്റ് ചെയ്തതിൻ്റെതായിട്ടുള്ള ക്ഷീണമൊന്നും വലുതായിട്ട് കാണിക്കില്ല. അപ്പൊ നമ്മൾ വഴിയിൽ ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീനാറ്റ് മോർ റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചെറിയ കുഞ്ഞ് റെസ്റ്റോറന്റ് ആണ്. അത് അവരുടെ തന്നെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊരു വീട് ഇങ്ങനെ ഹോട്ടലാക്കി റെസ്റ്റോറന്റ് ആക്കി മാറ്റിയെടുത്തിരിക്കുന്നതാണ്. അവിടെ കയറി നമ്മൾ പൊറോട്ടയും ചിക്കനും ഒക്കെ അങ്ങനെ കഴിച്ചു. അതിനുശേഷം പോകുമ്പോഴത്തേക്ക് നമ്മുടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നതിന്റെ അവിടെ ഒരു പൂച്ചയും ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ശംഭു ഓടിച്ചു വിടുകയാണ് കേട്ടോ. പൊള്ളും വേഗം പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മോഷൻ സിക്നസ് പാച്ചിനെ കുറിച്ച് പറയട്ടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയില്ല കേട്ടോ. അത് ഒട്ടിച്ചു, അവർ പറഞ്ഞ പൊസിഷനിൽ എല്ലാം നമ്മൾ ഒട്ടിച്ചെങ്കിലും പ്രത്യേകിച്ച് അതിനെ കൊണ്ടൊരു യൂസ് ഒന്നും ഇല്ല. അപ്പം അമ്മ എന്നെ വഴക്ക് പറയുന്നായിരുന്നു, മഞ്ജു വാര്യർ വരെ ഒട്ടിക്കും, പിന്നെ നിനക്ക് എന്താ ഒട്ടിച്ചാൽ കുഞ്ഞിനെ എന്തിനാ ശബ്ദിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ മഞ്ജു വാര്യർക്ക് അത് സ്യൂട്ട് ആവുന്നു എന്ന് കരുതിയിട്ട് ശംഭുവിന് അത് സ്യൂട്ട് ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ആയിട്ടില്ല. അപ്പം അത് യൂസ്ലെസ് ആയിട്ട് പോയി. അപ്പം ഒരു മണിക്കൂറിൽ മോഡിലുള്ള യാത്രയാണ് നമ്മൾ കാറിൽ എടുക്കുന്നതെങ്കിൽ അവന് ബ്ലാങ്കറ്റും പില്ലോസും എല്ലാം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വരിക. അപ്പൊ അതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് ഇങ്ങനെ പടക്കങ്ങൾ പൊട്ടി വിരിയുന്നത് കണ്ടു. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ താഴെ ഒരു ഹോട്ടലിന്റെ പോസ്റ്ററൊക്കെയാണ് കണ്ടത് കേട്ടോ. ഹോട്ടലിൽ എന്താണ് ഇനി ഇങ്ങനെ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പത്തേക്ക് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും പാർട്ടിയോ അങ്ങനെ ഹൈടെക് പാർട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അതൊരു പള്ളിയാണ്. പള്ളിയുടെ പെരുന്നാളിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പരിപാടിയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് സുഖമായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു, കിടന്നുറങ്ങി. അതിരാവിലെ അടുത്ത ദിവസം എണീറ്റപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല, എന്നാലും ഇതിന്റെ അമ്മയൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർ ഇതിന് ഭക്ഷണം കൊടുത്ത് വളർത്തുകയാണ്. അപ്പം വളർത്തി വഷളാക്കി എന്ന് പറഞ്ഞതുപോലെ 7-8 പൂച്ചകളുണ്ട് ഇപ്പൊ അവിടെ. ഇതുങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് ഹണ്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഇര തേടാനുള്ള കഴിവില്ലാതാക്കിയിട്ടുണ്ട്. കാരണം ഇതുങ്ങൾക്ക് കൊണ്ട് കൊടുത്താലേ ഇപ്പൊ തിന്നത്തുള്ളൂ, കഴിക്കത്തുള്ളൂ. ഇനി ഒരു ദിവസം ഇവർ ഭക്ഷണം കൊടുക്കാനില്ലെങ്കിൽ ഇതുങ്ങൾ ചത്തുപോകും. അതുപോലെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ വീഡിയോയിൽ ഞാൻ എന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തില്ല കേട്ടോ. കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് 2 ഫാമിലിയിൽ ഞാൻ ഉൾപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഉൾപ്പെടുത്താറുള്ളൂ കേട്ടോ. അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. അതേപോലെ നമ്മൾ രാവിലെ ഒരു ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തു, അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. അവർ നമ്മുടെ സ്വന്തം അല്ലേ, അപ്പം അവര് പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കാർവാറിലെ ടീം എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വഴിയിൽ നിന്ന് മേടിച്ചിട്ടാണ് പോയത്. എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നത് കഴിച്ചു. അതിനുശേഷം 2-3 വരാൻ വേണ്ടിയുള്ളവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിട്ട് എല്ലാവരും കൂടെ വന്നു. ഈ ഒരു വീട് നമുക്ക് വേണ്ടി ഗായത്രി അറേഞ്ച് ചെയ്ത് തന്നതാണ്. ഒരു 3-4 ബെഡ്റൂമിന്റെ വീടാണ്. നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഏറ്റവും അടുത്തുള്ള കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ. അപ്പൊ നമ്മൾ അവിടെ കുളത്തിന്റെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. വലിയ കുളമാണ്, സാധാരണ അമ്പലത്തിൽ കാണുന്നതിലൊക്കെ വലിയ കുളമാണ്. പിന്നെ അതിനുശേഷം ഈ ഒരു പ്രതിമ, ഒറിജിനലിനെ വെല്ലുന്ന ഈ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗജമുത്തശ്ശൻ കൃഷ്ണൻകുട്ടി കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആനയുടെ, അതായത് 94 വയസ്സിലെങ്ങാണ്ടാണ് ഇത് എക്സ്പയർ ആവുന്നത്. അതുവരെ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് 1-2 വട്ടമൊക്കെ നമ്മുടെ കൊമ്പൊക്കെ മുറിച്ച് മാറ്റിയിട്ടുള്ള വലിയ ആനയുടെ ഒറിജിനലിനെ വെല്ലുന്ന ഇതാണ് കേട്ടോ, ഒരു പ്രതിമയാണ് അവിടെ വെച്ചിരുന്നത്. അപ്പൊ കുട്ടികൾ പറയുന്നുണ്ട് ജീവനുണ്ട്, അനങ്ങുന്നുണ്ട്, ചെവി അനങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അതൊക്കെ ഒരു ഫണ്ണല്ലേ അല്ലെ. അതിനുശേഷം വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. അത് കടന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് പൂജാ സാധനങ്ങളും അതേപോലെ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ബില്ല്, അർച്ചന, അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് ദേവസ്വം ബോർഡിന്റെ കേട്ടോ. അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്ക് കയറി. ഇവിടെ കയറിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നുള്ളത് ഗണപതി ക്ഷേത്രമല്ല, മഹാദേവന്റെ ക്ഷേത്രമാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഉപദേവതയാണ് ഗണപതിയായിട്ടുള്ളത്. പക്ഷെ
പല കാര്യങ്ങളാൽ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഉണ്ണിയപ്പവും അതേപോലെ ഗണപതിയും. അങ്ങനെ പറഞ്ഞാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമായി മാറിയത്. അപ്പൊ ഇവിടുത്തെ ഗണപതി തിടപ്പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്നത്, അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് കാണുന്ന രീതിയിൽ നോക്കിയിരിക്കുന്ന ഒരു ഗണപതിയാണ്. അപ്പോ അങ്ങനെ ശിവക്ഷേത്രത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് പൂർണ്ണ പ്രദക്ഷിണമൊന്നും അവിടെ പറ്റില്ല. അങ്ങനെ അതിനുശേഷം നമ്മളിതാ തൊഴുതിറങ്ങിയിട്ട് നമ്മളിങ്ങനെ നഴ്സറി സ്കൂളിൽ കുട്ടികളെ ടീച്ചർമാർ കൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾ 3 പേര് ഒരു 8-9 കുട്ടികളെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. കാണുന്നവർക്കൊരു ഫണ്ണാണ്. കാരണം നമ്മളും ഇവരോട് പറയുന്നുണ്ട് മിണ്ടായിരിക്കും, ഓടല്ലേ ചാടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളും അവരുടെ രീതിയിൽ കലപില എന്ന് വർത്താനം പറയുന്നുണ്ട്. അത്രയും സന്തോഷമുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പം കുഞ്ചൂസ് വന്ന് ചോദിക്കുകയാണ്, ആന്റി എന്നെ വീഡിയോയിൽ ഇടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇടാം, ഇവരൊക്കെ വീഡിയോ കാണുന്നത് നമ്മുടെ മക്കളല്ലേ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇവരിൽ കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ഒരു 3 വർഷമായിട്ട് ഇവരെല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയെങ്കിലും നമ്മളെല്ലാവരും എപ്പോഴും ഒരേ ഒരു ടീമായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ലൈഫിൽ ഇനി ഒരിക്കലും വിട്ടു പോവാത്ത ഫ്രണ്ട്സ് ആണ്. കാരണം ഇത്രയും നാളൊന്നും പോയില്ലല്ലോ, അപ്പൊ ഇനി പോവാനും പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും തൊഴുതിറങ്ങിയിട്ട് ബാക്കി ഗീത ചേച്ചീനെയും കീർത്തിനെയും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവര് വഴിപാടൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നമ്മൾ ഈ കുട്ടിപ്പടകളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ഇതുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ വിരളമായ, വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 9 എണ്ണത്തിലെ 3 എണ്ണത്തിനെ ഒതുക്കി ഒരിടത്ത് നിർത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പൊ അതാ ഈ 3 എണ്ണം അങ്ങോട്ട് പോകും. ആ 6 എണ്ണത്തിനെ എടുത്ത് നിൽക്കുമ്പോഴത്തേന് വേറെ 3 എണ്ണം വേറെ വഴിക്ക് പോകും. ഈ 9ാമത്തെ ടീമിനെ, അതായത് അവസാനത്തെ 3 ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോയത്തേന് ആദ്യത്തെ 3 ടീം എങ്ങോട്ടോ പോയിട്ടുണ്ടാവും. അങ്ങനെ ഈ 3 അത് ഈ 3 എന്ന് പറയാൻ കാരണം ഇവർക്ക് എല്ലാവർക്കും 3 പേര് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. ഇപ്പം തങ്കു, ശംഭു, കുഞ്ഞുണ്ണി ഇവർ 3 പേര് ഒരേ ഏജ് ഗ്രൂപ്പാണ്. അതേപോലെ നമ്മുടെ ദേവൂട്ടനും കുഞ്ചും ഒക്കെ ഒരേ ഗ്രൂപ്പ്. ഇത് കണ്ടോ, ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു കൃഷ്ണൻ വന്നു, ഒരു സരസ്വതി വന്നു, ഇനി ആരൊക്കെയാ വരേണ്ടത്, ഇതെല്ലാം മാറ്റി മനുഷ്യരൂപത്തിലാക്കി ഇതുങ്ങളെയൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഒരു സമയമായി. ഈ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷമാണ്. ഒരു 10-20 വർഷം അല്ലെ 10-50 വർഷം കഴിയുമ്പോഴത്തേന് ഇതുങ്ങൾക്കൊക്കെ ഒരു ഓർമ്മ വന്നിട്ട് ഇതുങ്ങളൊക്കെ ഒരുമിച്ച് പിന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്താലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കണല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ച് നാളത്തെ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡിയായി. ഉണ്ണിയപ്പം മേടിക്കാൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പൊ ബാക്കി കല്യാണ വിശേഷങ്ങൾ അടുത്ത ദിവസം തന്നെ കാണാമേ. ടാറ്റാ.